നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കും. UDF-ന് മുന്നിൽ ഉപാധി വെച്ച് പി വി അൻവർ. തൃണമൂലിനെ UDF-ന്റെ ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ അൻവർ മത്സരിക്കും. 2 ദിവസത്തിനുള്ളിൽ UDF തീരുമാനം അറിയിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. നിലമ്പൂരിൽ പോരുകടുത്തതോടെ LDF സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇടതുമുന്നണി M സ്വരാജ് അടക്കമുള്ളവർ പരിഗണനയിൽ. LDF മണ്ഡലം കമ്മിറ്റി യോഗം ഇന്ന് നടക്കും. മണ്ഡലത്തിൽ സജീവമാകാൻ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ചർച്ചകൾ സജീവമാക്കി. NDA-യും മാനേജറെ മർദ്ദിച്ചെന്ന പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ പോലീസ് കേസെടുത്തു. ഉണ്ണി മുകുന്ദൻ കർണത്തടിച്ചെന്ന് FIR-ൽ. കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി തുടരെ അസഭ്യം പറഞ്ഞെന്നും FIR-ൽ. FIR-ന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി 2 പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കോഴിക്കോട് അരീക്കാട് വീണ്ടും റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണു. പല ട്രെയിനുകളും വൈകി ഓടുന്നു. കൊച്ചിയിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. 5 തെങ്ങ് വർക്കല ഭാഗങ്ങളിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തി. കൊല്ലത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിലേക്ക് മാറ്റും. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആവർത്തിച്ച് പാകിസ്ഥാൻ. ജലം, കശ്മീർ വ്യാപാരം, ഭീകരവിരുദ്ധ നടപടി എന്നതിൽ ചർച്ചയാകാമെന്ന് ഷഹബാസ് ഷെരീഫ്. പരാമർശം ഇറാൻ സന്ദർശനത്തിനിടെ. പാക് അധിനിവേശ കശ്മീർ തിരിച്ചു തന്നാൽ മാത്രം ചർച്ചയെന്ന നിലപാടിൽ ഉറച്ച് ഇന്ത്യ. IPL-ൽ മുംബൈക്കെതിരെ പഞ്ചാബിന് തകർപ്പൻ ജയം. 7 വിക്കറ്റ് ജയത്തോടെ പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. വിജയം അനായാസമാക്കിയത് പ്രിയാൻഷ് ഇംഗ്ലീഷ് കൂട്ടുകെട്ട്.